ഹലോ. അപ്പം ഇരുന്നിരുന്ന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കലംകാവൽ കാണാൻ പോവാണ്, ഒറ്റയ്ക്ക് കാണാൻ പോവാണ്. സിനിമയ്ക്ക് സമയമായി, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ബാക്കി നമുക്ക് സിനിമ കണ്ടതിന് ശേഷം. അപ്പോൾ ഞാൻ സിനിമ കാണാൻ പോണു. ടാറ്റ ബൈ ബൈ. കമാൺ. മോൾ ഓഫ് ട്രാവൻകൂർ എന്തോ ക്രിസ്മസ് സ്റ്റോളാണെന്ന് തോന്നുന്നു. ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ഫ്ലീ മാർക്കറ്റാണെന്ന് തോന്നുന്നു. നമ്മളെ എമോജിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സിനിമ കണ്ടിട്ട് കാണാം. സിനിമ തുടങ്ങാൻ ഇനി ഒരു അരമണിക്കൂറുണ്ട്. അപ്പം സബ്വേ സാൻഡ്വിച്ച് വാങ്ങിച്ച് അടിക്കാമെന്ന് വെച്ചു. കഴിച്ചിട്ട് കാണാം ഗൈസ്. ഓഡി 4 തുറന്നിട്ട് ഇടിച്ച് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ജനങ്ങൾ. അതെ, ഞാനും. ഹലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഫ്രീക്ക് ജീസസ്. എനിക്ക് ആദ്യം ഓപ്പണിംഗ് പറയാൻ പറ്റിയില്ല. എനിവേയ്സ്, ഞാനിപ്പം തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തി. ഇപ്പോൾ വീട്ടിൽ എത്തിയുള്ളൂ. വീട്ടിലെത്തി, വെള്ളം കുടിച്ചു, നേരെ വന്നിരുന്ന് ഫ്രഷായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ ആ ഫീൽ അങ്ങോട്ട് പോകരുത്. അതുകൊണ്ട് കൈയോടെ ചൂടോടെ റിവ്യൂ പറയാമെന്ന് വെച്ചിട്ടാണ് വന്നത്. റിവ്യൂ പറയാൻ തന്നെയാണ് ഇരുന്നത്. പക്ഷേ റിവ്യൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ നാളെ പറയാം. അതായത് ഇന്നിപ്പം മണി എത്ര, 2 മണി കഴിഞ്ഞു. അതിരാവിലെ മാരത്തോൺ ഓട്ടമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ പതുക്കെ സൗകര്യമായിട്ട് വെളിച്ചമുള്ളപ്പം റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്തോ ഇപ്പം ചൂടോടെ അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അതപ്പോൾ എനിക്കത് പറയണം എന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പം കലംകാവൽ സിനിമ, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത കലംകാവൽ. ജിതിൻ കെ ജോസാണ് ഡയറക്ഷൻ. അതൊന്നും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജിതിൻ കെ ജോസ് ഡയറക്ഷനൊക്കെ സൂപ്പറായിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ. ഓക്കെ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. അതായത് ഞാനൊരു മമ്മൂട്ടി ഫാൻ അല്ല. ഓക്കെ, ഞാനൊരു മമ്മൂട്ടി ഫാൻ അല്ലെന്ന് പറയുമ്പോൾ ഈ മമ്മൂട്ടിയും മോഹൻലാലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഞാനൊരു ലാലേട്ടൻ ഫാനാണ്, അതുകൊണ്ട് ഞാൻ മമ്മൂട്ടി ഫാനല്ല, അങ്ങനെയല്ല. ഞാൻ മമ്മൂട്ടി ഫാൻസ് എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ജെന്യൂനായിട്ടുള്ള കാര്യം. അതായത് ഞാൻ മമ്മൂട്ടി മൂവീസ് അധികം അങ്ങനെ കാണാറില്ല. കാര്യം എന്തോ എനിക്ക് അത്ര സംഭവമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ എത്രയോ നടന്മാരുണ്ട്. അപ്പം അങ്ങനെ അതുപോലെ എനിക്ക് മമ്മൂട്ടി, ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് മമ്മൂട്ടി മൂവീസ്, അത്രേ ഉള്ളൂ. പക്ഷേ മമ്മൂട്ടിയുടെ ചില സിനിമകളുണ്ട്, എനിക്കിഷ്ടപ്പെട്ട സിനിമകളുണ്ട്. ഞാൻ ആ സിനിമകൾ ഏതൊന്നും പറയുന്നില്ല, പക്ഷേ ഉണ്ട്. പക്ഷേ വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് സിനിമകളെ എനിക്കിഷ്ടമുള്ളൂ മമ്മൂട്ടിയുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് മമ്മൂട്ടി മൂവീസ്. പക്ഷേ ലാലേട്ടൻ ഫാനാണ് ഞാൻ, അത് അത്രേ ഉള്ളൂ. അത് വിട്, ലാലേട്ടൻ മമ്മൂട്ടി വിട്. അതൊക്കെ ദാറ്റ് ബീങ് സെഡ്, കലംകാവൽ എൻ്റെ അമ്മോ, അതായത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റാർ കാസ്റ്റൊക്കെ നല്ല സൂപ്പറാണ്. വിനായകൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിനായകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിനായകൻ ഇതിൽ ഹീറോ എന്ന് ഒരു പ്രത്യേകതയില്ല, ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹീറോ ആയിട്ട് ഈ മൂവിയിലുണ്ടെങ്കിൽ അത് വിനായകനാണ്. വിനായകൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത്, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഐ ഫെൽറ്റ് ദാറ്റ് വിനായകൻ ആസ് എ വില്ലൻ മെറ്റീരിയൽ. ഓക്കെ, അതൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു പോസിറ്റീവായിട്ട്, ഒരു കോംപ്ലിമെൻറ്റിങ് മോഡിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വിനായകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നെഗറ്റീവ് മെറ്റീരിയലായിട്ട്, എനിക്ക് നെഗറ്റീവ് റോള് നന്നായിട്ട് പോർട്രേ ചെയ്യുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ മൂവി കണ്ടപ്പോഴും എനിക്കതാണ് കൂടുതൽ തോന്നിയൊരു കാര്യം. അതായത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പുള്ളിക്ക് ആ നെഗറ്റീവായിട്ട് അഭിനയിക്കുമ്പം ഉള്ള ആ ഒരു ഹൈ ഉണ്ടല്ലോ, അത് ഈ ഒരു സ്ട്രേറ്റ് നല്ല നോർമൽ നല്ല ക്യാരക്ടർ, നല്ല ഹീറോ ക്യാരക്ടർ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു റോൾ അഭിനയിച്ചപ്പോൾ വന്നില്ലെന്ന് എനിക്ക് തോന്നി. വിനായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശരിക്കും യഥാർത്ഥ ആ ഒരു ഇത് പിടിച്ചടക്കി എൻ്റെ എല്ലാ ഹൈയും പിടിച്ച് നിർത്തിയാണ് ഇത് അഭിനയിപ്പിച്ചതെന്ന് വിനായകൻ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. പോട്ടെ, അപ്പം വിനായകൻ്റെ കാര്യം ഇതാണ്. അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ വിനായകൻ്റെ ആ ഒരു യഥാർത്ഥ വിനായകൻ വെളിയിൽ വന്നിട്ടില്ലെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ അതും പോട്ടെ.
പിന്നെ ഫിലിം മൂവി ആസ് സച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടിലം പടം. അതായത് ഈ മൂവി വർക്കായി ഇപ്പം റിവ്യൂസ് ഇപ്പോഴത്തെ റിവ്യൂസിൻ്റെ ഒരു ഭാഷയാണല്ലോ മൂവി, എനിക്കിത് വർക്കായില്ല അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഇപ്പം എന്തുകൊണ്ട് ഇതിപ്പോൾ ആർക്കെങ്കിലും വർക്കായില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് വർക്കാവാത്തതെന്നും എന്തുകൊണ്ടാണത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല സ്ക്രിപ്റ്റ്, നല്ല പ്ലോട്ട്, നല്ല പടം. അതായത് ജിതിൻ കെ ജോസ് തന്നെയാണ് ഡയറക്ടറും റൈറ്ററും എന്നാണ് എൻ്റെ വിശ്വാസം. ഡയറക്ഷനും സൂപ്പർ, എല്ലാം അടിപൊളി സ്ക്രിപ്റ്റ്, ഒന്നും പറയാനില്ല. കിടിലൻ സിനിമ, ഹാറ്റ്സ് ഓഫ്, സൂപ്പർ സിനിമ. ഇനി മെയിൻ കാര്യത്തിലോട്ട് വരാം. മമ്മൂട്ടി. എൻ്റെ അമ്മോ, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ജെന്യുവിനായിട്ട് പറയണം. അതായത് ഞാൻ മമ്മൂട്ടി ഫാൻ അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ജെന്യുവിനായിട്ട് പറയാണ്, മമ്മൂട്ടിയെ ഇങ്ങനെ ഞാൻ ഇതുവരെ, അതായത് മമ്മൂട്ടിയുടെ സിനിമകൾ പണ്ട് മുതലുള്ള സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ വരെയുള്ള സിനിമകളിൽ ഇതുവരെ മമ്മൂട്ടിയെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അത് മമ്മൂട്ടി നെഗറ്റീവ് റോൾ അഭിനയിക്കുന്നത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, നോ, അതുകൊണ്ടല്ല പറയുന്നത്. മമ്മൂട്ടി ഇങ്ങനെ അഭിനയിക്കുന്നത്, മമ്മൂട്ടിയുടെ ഈ ഒരു സാധനം, അതായത് നെഗറ്റീവ് മാത്രമല്ല, മമ്മൂട്ടിയുടെ എന്തോ മമ്മൂക്ക പൊളിച്ച്, അതായത് മമ്മൂക്ക സ്റ്റോൾ ദ ഷോ, അത്രേ ഉള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. ബാക്കി ഫുൾ സ്റ്റാർ കാസ്റ്റ് ഒരു സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കും. മമ്മൂട്ടി ഇങ്ങനെ വൺ മാൻ ഷോ, അതായത് ഫുൾ ടൈം സിനിമ തുടങ്ങിയ നേരം മുതൽ തീരുന്ന നേരം വരെ ഫുൾ മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ. അത് നമ്മൾ സാധാരണ മറ്റേ കുറേ സിനിമകളിൽ കാണുമ്പോൾ മമ്മൂട്ടി കുറേ പഞ്ച് ഡയലോഗ് അടിച്ച് കുറേ ഇംഗ്ലീഷും പറഞ്ഞ് മുടിയും തെറിപ്പിച്ച് മറ്റേ ചവിട്ടി വന്ന് അവൻ മൂന്നാമത്തെ നിലയിൽ പോയി കിടന്ന് ആ ഒരു സംഭവമേ അല്ല, ആ ഒരു ലൈനേ അല്ല. ഓക്കെ, ഞാൻ ഇതിൽ സ്പോയിലേഴ്സ് ഒന്നുമില്ല, ഞാൻ കഥയൊന്നും പറയില്ല. പക്ഷെ മമ്മൂട്ടി എന്നുവെച്ചാൽ എന്തോ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. അതായത് വേറെ മാതിരി, വേറെ ലെവല്. അതൊരു നെഗറ്റിവിറ്റി, വില്ലത്തനം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, എന്തോ ഒരുമാതിരി നമുക്ക് തോന്നും പുള്ളി ഇത് എന്തോ സർവേ റിസർച്ച് നടത്തിയിട്ട് പുള്ളി അഭിനയിച്ച പോലെ, പുള്ളി എന്തോ അത് പഠിച്ച് എന്തോ എനിക്കറിയാം, അത് പുള്ളി ശരിക്കും അത് ആയതുപോലെ എന്തോ എനിക്കറിഞ്ഞൂടാ. ഞാനിത് എക്സാജറേറ്റ് ചെയ്യുന്നതല്ല ഗൈസ്, ഇത് ഞാൻ ശരിക്കും ജെനുവിൻലി ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്കത് എക്സാജറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലാലേട്ടൻ്റെ പടമൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ എക്സാജറേറ്റ് ചെയ്യുന്നെങ്കിലും പറയാം. പക്ഷേ എനിക്ക് തോന്നിയ കാര്യമാണ്, എനിക്ക് ജെനുവിൻലി തോന്നിയത്, ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് പോയാണ് സിനിമ കണ്ടത്. ഞാൻ തിയേറ്ററിലിരുന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് എൻ്റെ കൂടെ, നമ്മുടെ കൂടെ സ്ഥിരം കാണുന്ന ആരെങ്കിലും ഫ്രണ്ട്സാ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി. കാരണം വെച്ചാൽ നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയല്ല, ആരെങ്കിലുമൊക്കെ വേണം കൂടെ എന്നെനിക്ക് തോന്നി. ഒന്നും പറയാനില്ല, മമ്മൂട്ടി പൊളിച്ച് എന്ന് വെച്ചാൽ ഈ സിനിമ നിങ്ങൾ പോയി കാണണം. കാരണം ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് തിയേറ്ററിലല്ല, നിങ്ങൾക്ക് OTT വന്നാലും കാണാം. തിയേറ്ററിൽ മറ്റേ പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. പക്ഷെ എന്തോ എനിക്ക് അറിഞ്ഞൂടെ, തിയേറ്ററിൽ പോയി ഇതൊക്കെ തിയേറ്ററിൽ ഒരിക്കലേ വരും. അപ്പം ഇത് തിയേറ്ററിൽ പോയി കാണണം. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും, അതായത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ ട്രാക്ക്, അതായത് ആ മറ്റേ ഫുൾ ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു ട്രാക്കുണ്ട്. അതായത് മമ്മൂട്ടിയുടെ സീൻസ് വരുമ്പം ആ നെഗറ്റീവ് ഷെയ്ഡ് കാണിക്കുമ്പോഴൊക്കെ ഒരു ട്രാക്ക് ഇങ്ങനെ ഓടിക്കും. ആ ട്രാക്ക് ഒരു വല്ലാത്തൊരു ഒരു ഡാർക്ക് സാധനം, മനസ്സിലായി? അത് ഇതിന് പറ്റിയ ഒരു സാധനം. അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ നിർത്തും, മനസ്സിലായില്ലേ? ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ അയ്യോ ഇൻ്റർവെല്ല് കൊണ്ട് നിർത്തുന്നതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞാൻ ഒന്നും പറയണില്ല, നിങ്ങൾ കണ്ടുപോകുക. സിനിമ പൊളിച്ച്. വിനായകൻ നന്നായിട്ട് അഭിനയിച്ചു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. രജീഷ വിജയൻ നന്നായിട്ട് അഭിനയിച്ചു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു ആസ് യൂഷ്വൽ. മമ്മൂട്ടി എന്ന് വെച്ചാൽ വേറെ മാതിരി പൊളിച്ച്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കലംകാവൽ മൂവി ഇസ് എ വെരി ഗുഡ് മൂവി, ഇറ്റ്സ് എൻ എക്സലൻറ്റ് മൂവി. എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഇൻ 2025 എനിക്ക് കണ്ടതിൽ. ബാക്കിയുള്ള മൂവീസ് ഏതൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മ പോലുമില്ല. പക്ഷേ കിടിലം പടം. പിന്നെ നെഗറ്റീവ് ഷെയ്ഡ്സ്
ഇതുപോലൊരു നെഗറ്റീവ് ഷെയ്ഡ് ഞാൻ ഈ അടുത്തെങ്ങും വേറെ ആരും മലയാള സിനിമയിൽ അഭിനയിച്ചായിട്ട് കണ്ടിട്ടില്ല. അപ്പം എന്തുവാ ദിസ് ഡെഫിനറ്റ്ലി ഡിസേർവ്സ് എൻ അവാർഡ് മമ്മൂട്ടിക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും. കാരണം മറ്റേ നമ്മുടെ ബ്രഹ്മപുരം അല്ലേ, ബ്രഹ്മപുരത്തിന് നെഗറ്റീവ് അവാർഡ് കിട്ടിയെന്ന് തോന്നുന്നു മമ്മൂട്ടിക്ക്. അപ്പോൾ അതിന് കിട്ടിയെങ്കിൽ ഇതിന് ഒരു 3 അവാർഡ് കൊടുക്കാം. കാരണം അമ്മാതിരി സാധനം മമ്മൂട്ടി അങ്ങ് നളിക്കുകയാണ്. മമ്മൂട്ടി എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത എക്സ്പ്രഷൻസൊക്കെ, മമ്മൂട്ടി ഇതുവരെയും ചെയ്യാത്ത കുറേ സാധനങ്ങളും, അയ്യോ അത് മമ്മൂട്ടി തന്നെയാണോ നമുക്ക് സംശയമായിരുന്നു. കാരണം ഇതുവരെയും കാണാത്തൊരു സംഭവം, കുറേ സംഭവങ്ങൾ ഈ അടുത്ത് വാരി ചെയ്തത്. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല, കൂടുതൽ എക്സ്പെക്റ്റേഷൻ തരുന്നതല്ല ഇത്. ദിസ് ഈസ് എ വെരി ജെന്യുവിൻ ആൻഡ് ഓണസ്റ്റ് റിവ്യൂ ഫ്രം മൈ എൻ്റെ സ്വന്തം ഒപ്പീനിയൻ മാത്രമാണിത്. അപ്പം നിങ്ങൾ ചെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഇതുപോലെ ഒപ്പീനിയൻ പറയൂ. ഓക്കെ, അപ്പം എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ റിവ്യൂ. അപ്പോൾ ഇതാണ് കലംകാവൽ. പ്ലീസ് ഗോ വാച്ച് മൂവി. അപ്പോൾ ശരി, അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഗുഡ് നൈറ്റ്.